നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. പ്രിയദർശിനി സൗജന്യ യാത്ര, സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പൂർണ്ണം. ജില്ലയിൽ മുഴുവൻ ബസ്സുകളും പങ്കുചേർന്നു. പൊൻകുന്നം ടൗണിൽ ട്രാഫിക് പരിഷ്കാരം വെള്ളിയാഴ്ച മുതൽ. അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. വഴിയോര കച്ചവടത്തിനും വിലക്ക്. മഹാത്മാഗാന്ധി ടൗൺ ഹാൾ പരിസരത്ത് സൗജന്യ പാർക്കിംഗ്. കോഴിമുട്ട വില ഉയർന്നു. നാടൻ കോഴിമുട്ടയ്ക്ക് 15 രൂപ വരെ. ബേക്കറികളും തട്ടുകടകളും പ്രതിസന്ധിയിൽ. ഏറ്റുമാനൂർ MRS സ്കൂളിൽ മന്ത്രി KA തുളസിയുടെ മിന്നൽ സന്ദർശനം. വിദ്യാർത്ഥിനികളോട് നേരിട്ട് സംസാരിച്ചു. വാർത്തകൾ വിശദമായി. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയിൽ നഷ്ടത്തിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകളും തൊഴിലാളികളും കോട്ടയം ജില്ലയിൽ പണിമുടക്ക് നടത്തി. പണിമുടക്ക് പൂർണ്ണമായിരുന്നു. സ്വകാര്യ ബസ് മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലയിൽ നടത്തിയ സ്വകാര്യ ബസ് പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പ്രിയദർശിനി പദ്ധതി വന്നതോടെ തകർച്ചയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ നിലനിർത്താൻ സർക്കാർ സഹായം നൽകണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. കിലോമീറ്ററിന് 55 രൂപ വാടകയ്ക്ക് സർക്കാർ സ്വകാര്യ ബസ്സുകൾ ഏറ്റെടുക്കണമെന്ന് ബസ് ഉടമകൾ പറയുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ് ഉടമകൾ വലിയ തിരിച്ചടി നേരിടുന്നു. പലയിടത്തും സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. സൗജന്യ യാത്ര മൂലം സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് ബസ് ഉടമകൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. എന്നിട്ടും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് നടത്തിയത്. പല റൂട്ടുകളിലും സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ദിവസേന 2000 രൂപ മുതൽ 6000 രൂപ വരെ നഷ്ടമുണ്ടെന്ന് ബസ് ഉടമകൾ പറയുന്നു. കോട്ടയം ജില്ലയിൽ 900ഓളം പ്രൈവറ്റ് ബസ്സുകളാണ് പണിമുടക്കിൽ പങ്കുചേർന്നത്. KSRTC ബസ്സുകൾ സാധാരണ പോലെ സർവീസ് നടത്തി. ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ ബസ് പണിമുടക്കിൽ ഏറെ വലഞ്ഞു. കോട്ടയം കൂടാതെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും സ്വകാര്യ ബസ്സുകൾ ഓടിയില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വകാര്യ ബസ് സമരത്തിന്റെ ഭാഗമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. 100 കണക്കിന് ജീവനക്കാരും ബസ് ഉടമകളും പങ്കുചേർന്നു. കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് സമരത്തിന്റെ ഭാഗമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റ് മാർച്ച് നടത്തി. ബസ് ഉടമകളും ജീവനക്കാരുമടക്കം 100 കണക്കിന് ആളുകൾ സമരത്തിൽ അണിചേർന്നു. പ്രിയദർശിനി യാത്രാ പദ്ധതിയിലൂടെ സ്വകാര്യ ബസ് വ്യവസായം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയെന്നാരോപിച്ചാണ് നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കവാടത്തിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ എത്തിയതിനെ തുടർന്ന് ആരംഭിച്ച ധർണ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജാക്സൺ ജോസഫ്, KS സുരേഷ്, വിനോദ് ജോർജ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ബസ് പണിമുടക്കിനെ തുടർന്ന് ഉൾനാടൻ ഗതാഗതം സ്തംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ടൗണിൽ ട്രാഫിക് പരിഷ്കാരം വെള്ളിയാഴ്ച നിലവിൽ വരും. ടൗണിൽ നിന്നും മണിമല റോഡ് ജുമാ മസ്ജിദ് വരെയുള്ള ഭാഗത്ത് പാർക്കിംഗ് അനുവദിക്കില്ല. വഴിയോര കച്ചവടം അനുമതിയില്ലാതെ നടത്താൻ കഴിയില്ല. ഏറെ നാളുകളായി ഗതാഗത കുരുക്കിൽ വലയുകയാണ് പൊൻകുന്നം ടൗണും പരിസരവും. മണിക്കൂറുകളോളം കുരുക്കിൽ കിടന്നാണ് വാഹനങ്ങളെല്ലാം കടന്നുപോകുന്നത്. വഴിയോര കച്ചവടവും അനധികൃത പാർക്കിംഗും ട്രാഫിക് ബ്ലോക്കിന് കാരണമാകുന്നുണ്ട്. ടൗണിലെയും പരിസര റോഡുകളിലെയും കുരുക്ക് അഴിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് അവലോകന യോഗം നടത്തി തീരുമാനമെടുത്തിരുന്നു. ഈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച പൊൻകുന്നം ടൗണിൽ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വരും. ടൗണിൽ നിന്നും മണിമല റോഡിൽ ജുമാ മസ്ജിദ് വരെയുള്ള ഭാഗത്ത് പാർക്കിംഗ് അനുവദിക്കില്ല. മിഡാസ് ഹോട്ടൽ മുതൽ സിഗ്നൽ വരെയുള്ള ഭാഗത്ത് വഴിയോര കച്ചവടം നടത്തുന്നതിന് പ്രത്യേക അനുമതി തേടണം. സിഗ്നൽ ഭാഗത്ത് വണ്ടി നിർത്തേണ്ട സ്ഥലം ലൈൻ വരച്ച് മാർക്ക് ചെയ്യും. കോട്ടയം ഭാഗത്തു നിന്നും കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ ഫ്രീ ആയി പോകാൻ പ്രത്യേക ലൈൻ വരച്ച് ക്രമീകരണം ഏർപ്പെടുത്തും. കൂടാതെ സിഗ്നൽ ഭാഗത്തു നിന്നും മണിമല വഴിക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക ലൈൻ ക്രമീകരിക്കും. പാലാ വഴിക്ക് പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ ടൗൺ ബ്രാഞ്ചിന്റെ മുൻവശം വരെ 2 സൈഡിലും പാർക്കിംഗ് അനുവദിക്കില്ല. മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മുൻവശം മുതൽ കാഞ്ഞിരപ്പള്ളി വഴിയിൽ വരെയുള്ള വലതുവശത്ത് മാത്രം പാർക്കിംഗ് അനുവദിക്കും. KVMS ജംഗ്ഷനിൽ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സുകൾക്ക് വുഡ് പാലസിന് മുന്നിലും പൊൻകുന്നം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ധനലക്ഷ്മി ബാങ്കിന് മുന്നിലും ക്രമീകരിക്കുന്ന സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്താൻ അനുവദിക്കൂ. കൂടാതെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഉള്ളിലെ പാർക്കിംഗിനും സമയം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലാ വഴിക്ക് പോകുന്ന ബസ്സുകൾ പള്ളിയുടെ കുരിശടിയുടെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ മാത്രമേ നിർത്തി ആളെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ. പാലാ വഴിയിൽ നിന്നും പൊൻകുന്നം ഭാഗത്തേക്ക് ബസ്സുകൾ ആണ്ടുമടം ബിൽഡിങ്ങിന് മുമ്പിലാണ് സ്റ്റോപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. കൃത്യമായി നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്.
മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മുൻവശം മുതൽ കാഞ്ഞിരപ്പള്ളി വഴിയിൽ വലതുവശത്ത് മാത്രമാണ് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. അത് ട്രെൻഡ്സിൻ്റെ ഫ്രണ്ട് വരെയുള്ള പ്രദേശം. അതേപോലെ തന്നെ സ്റ്റോപ്പുകൾ മാറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. KVMS ജംഗ്ഷനിൽ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സുകൾക്ക് വുഡ് പാലസിന് മുമ്പിലും പൊൻകുന്നം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിലും ആണ് സ്റ്റോപ്പുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കിഴക്കോട്ട് പോകുന്ന ബസ്സുകൾ വുഡ് പാലസിൻ്റെ മുമ്പിലും പടിഞ്ഞാട്ട് പോകുന്ന ബസ്സുകൾ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിലുമാണ്. അത് ആവശ്യമായ ബോർഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ടൗണിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആവശ്യമായ ബോർഡുകൾ സ്ഥാപിക്കും. മഹാത്മാഗാന്ധി ടൗൺ ഹാൾ ഗ്രൗണ്ട് പാർക്കിങ്ങിന് അനുവദിക്കും. ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ടൗണിലും ബസ് സ്റ്റാൻഡിലും കൂടുതൽ പോലീസിന്റെ സേവനവും ഉറപ്പുവരുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി CK ചിത്ര എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോഴിമുട്ടയുടെ വില കുതിക്കുന്നു. ഇതോടെ ബേക്കറികളും തട്ടുകടകളും പ്രതിസന്ധിയിലായി. നാടൻ മുട്ടയ്ക്ക് 15 രൂപ വരെ വാങ്ങുന്നുണ്ട്. കോഴിമുട്ട വില വർദ്ധിച്ചതോടെ ബേക്കറി മേഖലയും തട്ടുകടകളും പ്രതിസന്ധിയിലായി. പൊതുവിപണിയിൽ 6 രൂപയുണ്ടായിരുന്ന മുട്ടവില 8 രൂപയിലേക്ക് ഉയർന്നു. നാടൻ കോഴിമുട്ടയ്ക്ക് 15 വരെ കടകളിൽ ഈടാക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ വിലക്കയറ്റത്തിൽ ഏറെ വലിയുന്നത് ബേക്കറി മേഖലയാണ്. ബേക്കറികളിൽ വിൽപ്പന നടത്തുന്ന ഭൂരിഭാഗം ഭക്ഷണ സാധനങ്ങളും മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നവയാണ്. കേക്ക്, ബ്രെഡ്, പപ്സ്, കട്ലറ്റ് തുടങ്ങിയ സാധനങ്ങൾക്കെല്ലാം മുട്ട ആവശ്യമാണ്. മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ബോർമകളിൽ ദിവസവും വിവിധ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനായി 100 കണക്കിന് മുട്ടകളാണ് ആവശ്യമുള്ളത്. ഇത്തരക്കാർക്ക് വലിയ തോതിലാണ് ചെലവ് വർദ്ധിച്ചിരിക്കുന്നത്. പാചകവാതക വില വർധനവിൽ നട്ടം തിരിയുന്ന ബേക്കറി മേഖലയ്ക്ക് മുട്ടവിലയും വർദ്ധിച്ചത് വലിയ ആഘാതം ഉണ്ടാക്കുന്നു. തട്ടുകടകളിൽ ലഭിക്കുന്ന പ്രധാന വിഭവമായ ഓംലെറ്റ് മുട്ടയ്ക്ക് വില കൂടിയതോടെ മെനുവിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി പ്രതിദിനം 75 ലക്ഷത്തോളം മുട്ട ആവശ്യമാണ്. ഉച്ചഭക്ഷണം കൊടുക്കാൻ സ്കൂളുകളിൽ പെടാപ്പാടുപെടുന്നതിനിടെ മുട്ടവില പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് മുട്ട നൽകുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് പ്രധാന അധ്യാപകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. ഏറ്റുമാനൂർ MRS സ്കൂളിൽ രാത്രിയിൽ മന്ത്രി KA തുളസി മിന്നൽ സന്ദർശനം നടത്തി. വിദ്യാർത്ഥിനികളുമായി നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. 1 മണിക്കൂറോളം സ്കൂളിൽ ചെലവഴിച്ച മന്ത്രി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുമായി നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. താമസ സൗകര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കുട്ടികളുടെ അഭിപ്രായങ്ങൾ തേടിയ മന്ത്രി തുടർന്ന് സ്കൂളിലെ അടുക്കള, ഭക്ഷണം പാചകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതുമായ സ്ഥലങ്ങൾ, പഠനമുറികൾ, കുട്ടികളുടെ താമസമുറികൾ, സ്കൂൾ അങ്കണം എന്നിവ നേരിട്ട് സന്ദർശിച്ച് നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ 1 മാസത്തിനിടെ തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലെ വിവിധ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളുകൾ, പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ മന്ത്രി KA തുളസി സന്ദർശനം നടത്തുകയും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മഴക്കാലം എത്തിയതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളും പെരുകി. മണർകാട്, പള്ളിക്കത്തോട്, വാഴൂർ പഞ്ചായത്തുകളിലാണ് ഒച്ചിന്റെ സാന്നിധ്യം കൂടുതലായുള്ളത്. ഇവ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലെത്തി വിളകളും നശിപ്പിക്കുന്നുണ്ട്. മഴക്കാലം തുടങ്ങിയതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളും നിറഞ്ഞു. വീടുകളുടെ ഭിത്തികൾ, മതിലുകൾ, കിണറിന്റെ ഭിത്തി, മുറ്റം, അടുക്കള എന്നുവേണ്ട എല്ലായിടത്തും ഇവ ഇഴഞ്ഞെത്തും. കട്ടിയുള്ള തോടോടുകൂടിയ ഇവയെ നശിപ്പിക്കാനും പ്രയാസമാണ്. ചൂടുവെള്ളമുണ്ടാക്കി അതിലേക്ക് കൂട്ടത്തോടെ ഇട്ടാണ് ഇവയെ കൊല്ലുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവയ്ക്ക് ദുർഗന്ധവും ഉണ്ടാകുന്നുണ്ട്. തൽക്കാല പരിഹാരം എന്നല്ലാതെ ഒച്ചുകളെ കൂട്ടത്തോടെ നശിപ്പിക്കുകയെന്നത് അപ്രാപ്യമാണ്. മഴ കനത്തതോടെ ഇവയുടെ എണ്ണവും പെരുകി. മുൻവർഷങ്ങളിൽ മണർകാട് പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങൾ, പള്ളിക്കത്തോട് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഇവയുടെ ശല്യം ഇക്കുറി വാഴൂരിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. വീടിന്റെ പുറംഭാഗങ്ങളിൽ മാത്രമായിരുന്നു മുൻപ് ഇവയുടെ ശല്യമെങ്കിൽ ഇപ്പോൾ വീടിനുള്ളിലും പാത്രങ്ങളിലും വരെ കടന്നുകൂടിയിട്ടുണ്ട്. ഒച്ചുകൾ കൂട്ടത്തോടെ എത്തി പലയിടത്തും പച്ചക്കറി കൃഷികളും നശിപ്പിക്കുന്നുണ്ട്. 2 വർഷത്തോളമായി ഈ ദുരിതം തുടങ്ങിയിട്ട്. എത്രയും വേഗം ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ മാർഗം കണ്ടെത്താൻ അധികൃതർ ശ്രമിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രിയദർശിനി സൗജന്യ യാത്ര. സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പൂർണ്ണം. ജില്ലയിൽ മുഴുവൻ ബസ്സുകളും പങ്കുചേർന്നു. പൊൻകുന്നം ടൗണിൽ ട്രാഫിക് പരിഷ്കാരം. വെള്ളിയാഴ്ച മുതൽ അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. വഴിയോര കച്ചവടത്തിനും വിലക്ക്. മഹാത്മാഗാന്ധി ടൗൺ ഹാൾ പരിസരത്ത് സൗജന്യ പാർക്കിംഗ്. കോഴിമുട്ട വില ഉയർന്നു. നാടൻ കോഴിമുട്ടയ്ക്ക് 15 രൂപ വരെ. ബേക്കറികളും തട്ടുകടകളും പ്രതിസന്ധിയിൽ. ഏറ്റുമാനൂർ MRS സ്കൂളിൽ മന്ത്രി KA തുളസിയുടെ മിന്നൽ സന്ദർശനം. വിദ്യാർത്ഥിനികളോട് നേരിട്ട് സംസാരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.